അവന്റെ ശബ്ദത്തിന് മുൻപിൽ കടല് ശാന്തമായി. എന്താണെന്നറിയാമോ? യേശുവിന്റെ ശബ്ദത്തിന് മുൻപിൽ കടല് ശാന്തമായെങ്കിൽ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പരിശുദ്ധമ പരാമർശിക്കുന്ന ഒരു വാക്യമുണ്ട്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ കിരിച്ചത്തോടെ. അവന്റെ ശബ്ദത്തിന് മുമ്പിൽ കടലിന്റെ ശബ്ദം ഇല്ലാതെയായി. ദൂത് മനസ്സിലായില്ല? ഹലോ, ദൂത് മനസ്സിലായില്ല? എന്റെ ശബ്ദത്തെ ഒതുക്കണമെങ്കിൽ എന്നേക്കാൾ ശബ്ദമുള്ളവൻ എഴുന്നേൽക്കണം. എന്റെ സൗണ്ട് ഇല്ലാതാകണമെങ്കിൽ എന്നേക്കാൾ ശബ്ദമുള്ളവൻ എഴുന്നേൽക്കണം. നിനക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും, നിന്റെ കുടുംബത്തിനെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും, നിന്റെ തലമുറക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും, അതിനെ കവിയുന്ന സ്വർഗീയ ശബ്ദത്തിന്റെ ആ ഇടങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന്, ചിലതൊക്കെ ഒതുക്കി പാടുമെന്ന്, ചിലതിനെ ഒതുക്കി കളയുമെന്ന് പരിശുദ്ധന്മാർ ഇന്നലെ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം ചിലർക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും. ചില കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും. ശത്രു മന്ത്രിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങുമെന്ന്, സംസാരിച്ചു തുടങ്ങുമെന്ന്. ചില വിഷയത്തിനകത്ത് ആശ്വാസം ഉണ്ടാകും, ചില വിഷയത്തിനകത്ത്